അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ ബയ്യിന ആമുഖം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബയ്യിന. 8 സൂക്തങ്ങളുള്ള ഈ അധ്യായം മദീനയിലാണ് അവതരിച്ചത്. ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ അധ്യായം ഖുർആനിൻ്റെ അവസാന ഭാഗത്തെ സൂറത്തുകളിൽ സാമാന്യം വലിപ്പമുള്ള അവസാനത്തെ അധ്യായമാണ്. ഇതിന് ശേഷമുള്ള എല്ലാ സൂറത്തുകളും താരതമ്യേന ചെറിയ സൂറത്തുകളാണ്. 97-ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ഖദർ എപ്പോഴാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നാണ് വിശദീകരിച്ചത്. ഈ അധ്യായം വിവരിക്കുന്നത് ഒരു പ്രവാചക നിയോഗത്തിൻ്റെ ആവശ്യകതയെയാണ്. ഒരു വേദഗ്രന്ഥം മാത്രം മതിയാകില്ല. ആ വേദഗ്രന്ഥത്തോടൊപ്പം അതിനെ വിശദീകരിക്കുകയും ജീവിതം കൊണ്ട് ആ വേദഗ്രന്ഥത്തെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു മാതൃകാ വ്യക്തിത്വം ആവശ്യമാണ്. അള്ളാഹു അങ്ങനെ തെരഞ്ഞെടുത്ത മാതൃകാ വ്യക്തിത്വമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിൻ്റെ നിയോഗത്തിൻ്റെ അനിവാര്യത എന്താണ് എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. സത്യനിഷേധികളായ ബഹുദൈവാരാധകരും വേദക്കാരും അവരെല്ലാം അവരുടെ നിഷേധ പ്രവണതയിൽ നിന്നും വിട്ടുനിൽക്കണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായും വ്യക്തമായ തെളിവ്, വ്യക്തമായ ദൃഷ്ടാന്തം തങ്ങളുടെ ഈ നിഷേധ പ്രവണതയെ അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് അപകടമാണ് ഉണ്ടാവുക, തങ്ങളുടെ ഇഹപര ജീവിതം നഷ്ടത്തിലാണ് എത്തുക എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവ് ആവശ്യമാണ്. ആ തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അവർക്ക് വേദഗ്രന്ഥം വ്യക്തമായി ഓതി കേൾപ്പിക്കുന്നു. ആ വേദഗ്രന്ഥത്തിൽ അവർക്കാവശ്യമായ അവരുടെ ജീവിത വിജയത്തിന് അനിവാര്യമായ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വേദഗ്രന്ഥം വന്നു കിട്ടിയിട്ടും പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതിക്കൊടുത്തിട്ടും ആ വേദഗ്രന്ഥത്തെ പിൻപറ്റിയില്ലെങ്കിൽ, ആ പ്രവാചകനിൽ വിശ്വസിച്ചില്ലെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് പിഴച്ചുപോയ ഒരുപാട് ജനതകൾ, ഒരുപാട് സമൂഹങ്ങൾ ഇത്തരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വന്നെത്തിയിട്ടും ഭിന്നിച്ചവരാണ്, പിഴച്ചവരാണ്. അങ്ങനെ പിഴച്ചവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം ഈ സൂറത്ത് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പിഴച്ചുപോയ അക്കൂട്ടർ ഏകനായ അള്ളാഹുവിനെ മാത്രം തൻ്റെ ആരാധനയായി അംഗീകരിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതിന് പകരം പല രൂപത്തിലേക്കും വഴിമാറി തെറ്റിപ്പോയി. ഇങ്ങനെ വഴിമാറിപ്പോയത് അവരോട് കൽപ്പിക്കപ്പെട്ടതിനെ വിട്ടൊഴിവാക്കിയതിൻ്റെ പേരിലായിരുന്നു. അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ ഋജുമാനസരായി, അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് അവന് ജീവിതം സമർപ്പിച്ച് അവന് കീഴ്വണങ്ങാനായിരുന്നു, അവന് ജീവിതം നൽകാനായിരുന്നു. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാനായിരുന്നു. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു തന്ന ധനത്തിൽ നിന്നും സക്കാത്ത് നൽകാനായിരുന്നു. അതാണ് അവരോട് കൽപ്പിച്ച ചൊവ്വായ ശരിയായ ദീൻ. പക്ഷേ അതിനെ അവർ ഒഴിവാക്കി. അവർ നിഷേധത്തിൻ്റെ പാതയിലൂടെ പോയി. സത്യമാണെന്നറിഞ്ഞിട്ടും മറ്റു പല താല്പര്യങ്ങളുടെ പേരിലും ആ സത്യത്തെ അവർ തിരസ്കരിച്ചു, നിരാകരിച്ചു. അത്തരം ആളുകൾ നരകത്തിലാണെന്നും സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടവർഗം അവരാണ് എന്നും ഈ അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നേരെ മറുവശത്ത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവൻ കൽപ്പിച്ചതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ജീവിതം നല്ല വഴിയിൽ ആക്കി തീർക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടർ, ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. അവരെ കാത്തിരിക്കുന്ന പ്രതിഫലം വളരെ മഹത്തായ പ്രതിഫലമാണ് എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾക്ക്, എല്ലാ സുഖസൗകര്യങ്ങളും ഒത്തിണങ്ങിയ സ്വർഗീയ പൂങ്കാവനങ്ങൾക്ക് പുറമേ അവരെ കാത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. പരസ്പര തൃപ്തിയോടുകൂടി വളരെ സമാധാനപൂർവം ജീവിക്കാൻ കഴിയുക അള്ളാഹുവിനെ ഭയന്നവർക്കാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്കാണ് എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ അനിവാര്യതയിലേക്ക് വെളിച്ചം വീശുന്ന, സത്യം വന്നു കിട്ടിയിട്ടും നിഷേധത്തിലൂടെ മുന്നോട്ട് പോയ ആളുകളുടെ ധിക്കാരത്തെ, അഹങ്കാരത്തെ തുറന്നു കാണിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി എവിധമാണ് അവരോട് ജീവിക്കാൻ കൽപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്ന, ഇങ്ങനെ കൽപ്പിച്ചതു പ്രകാരം ജീവിക്കാത്തവരെ കാത്തിരിക്കുന്ന അപകടകരവും ഭീകരവുമായ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുകയും
ഭൂമിയിലെ നികൃഷ്ടവർഗമെന്ന് അവരെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുന്നവരെ കാത്തിരിക്കുന്ന സമ്മോഹനമായ സ്വർഗീയ മലർവാടിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടവർഗം അത് ലഭിക്കുന്നവരാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി അക്കൂട്ടരിലാണ് എന്ന് പറയുന്ന, റബ്ബിനെ ഭയന്നവർക്ക് അത് ലഭിക്കും എന്ന് ഉറപ്പ് നൽകുന്ന ഈ അധ്യായത്തെ വളരെ സൂക്ഷ്മമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.